നമസ്കാരം. പ്രധാന വാർത്തകൾ. പത്തനാപുരത്ത് രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറിമറിയുമോ? LDF ഭരിക്കുന്ന പത്തനാപുരം ബ്ലോക്ക് പഞ്ചായത്തിൽ കേരള കോൺഗ്രസ് ബി പ്രതിനിധി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായി. പിടവൂർ പാലത്തിൽ നിന്നും വിദ്യാർത്ഥി ആറ്റിലേക്ക് ചാടി. കനത്ത മഴയെ തുടർന്ന് നാശനഷ്ടം സംഭവിച്ച ദുരിതബാധിത പ്രദേശങ്ങളിലെ വീടുകൾ KB ഗണേഷ് കുമാർ MLA സന്ദർശിച്ചു. വാർത്തകൾ വിശദമായി. LDF ഭരിക്കുന്ന പത്തനാപുരം ബ്ലോക്ക് പഞ്ചായത്തിൽ കേരള കോൺഗ്രസ് ബി പ്രതിനിധി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായി. പത്തനാപുരത്തെ രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറിമറിയുകയാണോ? LDF ഭൂരിപക്ഷമുള്ള പത്തനാപുരം ബ്ലോക്ക് പഞ്ചായത്തിൽ കേരള കോൺഗ്രസ് ബി പ്രതിനിധി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായി. പത്തനാപുരം മേഖലയിൽ CPIയുടെയും CPMന്റെയും കടുത്ത രാഷ്ട്രീയ ശത്രുക്കളായാണ് കേരള കോൺഗ്രസ് ബിയെ കാണുന്നത്. എന്നാൽ ബ്ലോക്ക് പഞ്ചായത്തിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് ബി പ്രതിനിധി ഏലിയാമ്മ ടീച്ചർ ചെയർപേഴ്സണായി. പത്തനാപുരം ബ്ലോക്ക് പഞ്ചായത്തിന് 13 ബ്ലോക്ക് ഡിവിഷനുകളാണുള്ളത്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പിൽ ഒരാൾ ഒഴികെ 12 പേരും പങ്കുകൊണ്ടു. പത്തനാപുരം ബ്ലോക്ക് ഡിവിഷനിൽ നിന്നും വിജയിച്ച കേരള കോൺഗ്രസ് MLA രാജമ്മ ലാലി തിരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാതിരുന്നത് ശ്രദ്ധേയമായി. UDFിലെ പ്രമുഖ ഘടകകക്ഷികളായ കേരള കോൺഗ്രസ് ബിയും കേരള കോൺഗ്രസ് എമ്മും തമ്മിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് പിടിവലി നടന്നിരുന്നതായി അറിയുന്നു. ഒടുവിൽ കേരള കോൺഗ്രസ് ബി പ്രതിനിധി ഏലിയാമ്മ ടീച്ചർക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്ഥാനം നൽകുകയായിരുന്നു. ചെയർപേഴ്സൺ സ്ഥാനം കാത്തിരുന്ന കേരള കോൺഗ്രസ് എം പ്രതിനിധിക്ക് സ്ഥാനം ലഭിക്കാതെ വന്നതിനാലാണ് ഇന്നു നടന്ന വോട്ടെടുപ്പിൽ നിന്നും അവർ വിട്ടുനിന്നതെന്നും ആക്ഷേപമുണ്ട്. CPM ഏരിയ കമ്മിറ്റി അംഗം ആശാ ശശിധരൻ പ്രസിഡന്റും CPM ഏരിയ കമ്മിറ്റി അംഗവും CITU ഏരിയ സെക്രട്ടറിയുമായ മുഹമ്മദ് അസ്ലം വൈസ് പ്രസിഡന്റുമായുള്ള പത്തനാപുരം ബ്ലോക്ക് പഞ്ചായത്തിൽ LDFന് സന്തോഷിക്കാൻ ഏറെ വകയില്ല. കാരണം ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ UDFനാണ് ഭൂരിപക്ഷം. കോൺഗ്രസ് നേതാവ് G രാധാമോഹൻ, കേരള കോൺഗ്രസ് ബി പ്രതിനിധി ബിനു അമ്പലവേലി എന്നിവർ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായി ഭൂരിപക്ഷം നിലനിർത്തി. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലും UDFന് തന്നെയാണ് ഭൂരിപക്ഷം. CPMലെ അനിൽ ഒഴികെയുള്ളവർ UDF പ്രതിനിധികളാണ്. കോൺഗ്രസ് പ്രതിനിധി രാജിമോൻ, കേരള കോൺഗ്രസ് ബി പ്രതിനിധിയും ചെയർപേഴ്സണുമായ ഏലിയാമ്മ ടീച്ചർ എന്നിവർ ഉൾപ്പെട്ട അംഗങ്ങൾ ഭൂരിപക്ഷം നിലനിർത്തി. ഇതോടെ ധനകാര്യ വകുപ്പിലും ആരോഗ്യ വിദ്യാഭ്യാസ വകുപ്പിലും UDF ഭൂരിപക്ഷം സ്ഥാപിച്ചു. UDF കൂടി ആധിപത്യം സ്ഥാപിച്ചതോടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളുടെയും ഭാരവാഹികളുടെയും തെരഞ്ഞെടുപ്പോടുകൂടി പത്തനാപുരം ബ്ലോക്ക് പഞ്ചായത്തിൽ ഭരണപ്രതിപക്ഷ മതിലുകൾ ഇല്ലാതായിരിക്കുകയാണ്. GCN ന്യൂസ്, പത്തനാപുരം.